ശ്വേത മേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാഞ്ചേരിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നു. അതെ, അതായത് വർഷ വാദി പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്വേത മേനോനെതിരെ മാർട്ടിന്റെ പരാതി സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഇന്ത്യയിൽ നിരോധിച്ച അശ്ലീല സൈറ്റുകളുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പങ്കുവച്ച് പ്രചാരണം നടത്തിയെന്നൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ സിനിമാ നിരൂപകനും കോഴിക്കോട് സ്വദേശിയുമായ സുധീഷ് പാറയിലാണ് പരാതിക്കാരൻ ഉമേഷ് ഉണ്ട് വിവരങ്ങൾ നൽകിയത്. ഉമേഷ്, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ഒടുവിൽ പരാതി നൽകിയ ആൾക്കെതിരെ വീണ്ടും ഒരു പരാതി. അതെ, ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേത മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിക്കാരനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. ഈ ശ്വേത മേനോനെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലെ ഉള്ളടക്കം അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഭാരതീയ ന്യായ സംഹിത 75(4) പ്രകാരം കുറ്റകരമായ കാര്യങ്ങളാണ് ഈ പരാതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ലൈംഗിക ചുവയോടെ ഉള്ള പല പരാമർശങ്ങളും ഈ പരാതിയിൽ ഉണ്ട് എന്ന് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട 12ഓളം അശ്ലീല സൈറ്റുകൾ അത് സെർച്ച് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പരാതിയിൽ എഴുതി പിടിപ്പിക്കുക വഴി അതിന്റെ കണ്ടന്റ് പ്രചരിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് IT ആക്ട് പ്രകാരം കുറ്റകരമാണ് എന്നും ഈ പരാതിക്കാരൻ ഈ ഡിജിറ്റൽ തെളിവുകളോട് കൂടിയാണോ പരാതി നൽകിയത്? അതെ, അത് ഇയാൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പരാതിയാണ്, സമഗ്രമായ പരാതിയാണ് സുധീഷ് പാറയിൽ എന്ന് പറയുന്ന സിനിമാ നിരൂപകൻ. ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതിയിൽ വാദപ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും IT ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കുറ്റകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണം എന്നാണ് സെൻട്രൽ പോലീസ് നൽകിയ ഈ പരാതിയിൽ പറയുന്നത്. തീർച്ചയായും. കെ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.